നമസ്കാരം. നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ആവർത്തിച്ച് മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ബാലയ്ക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ ആരോപണങ്ങളും. 41 മിനിറ്റിലേറെയുള്ള വീഡിയോയിലാണ് വീണ്ടും ഗുരുതര ആരോപണങ്ങളുള്ളത്. കസ്തൂരി എന്ന പേരിൽ യൂട്യൂബ് ചാനലുകൾക്ക് താഴെ കമന്റ് ചെയ്യുന്ന ആൾക്കുള്ള മറുപടിയായാണ് എലിസബത്ത് ബാലയ്ക്കെതിരായ ആരോപണങ്ങളെ വീഡിയോയിൽ പങ്കുവച്ചത്. താൻ മരിച്ചു പോവുകയാണെങ്കിലോ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അതിനു മുമ്പ് തനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകണമെന്നുള്ളത് കൊണ്ടാണ് വീഡിയോ എന്ന് അവർ ആമുഖമായി പറയുന്നു. ഈ നാട്ടിൽ തോക്കും ഗുണ്ടകളുമായി നടന്നാലും പണമുണ്ടെങ്കിൽ നിയമം അവരെ ഒന്നും ചെയ്യില്ല എന്ന് തനിക്ക് ബോധ്യമായെന്നും ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം തനിക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്നും എലിസബത്ത് പറയുന്നു. എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയോ? നിങ്ങൾ ഇനി എന്നെ കൊന്നാലും സാരമില്ല, ഞാൻ അത്രത്തോളം എത്തിക്കഴിഞ്ഞു. അത്രത്തോളം നാണം കെട്ട അവസ്ഥയിലാണ് താൻ ഉള്ളതെന്നും ഡിപ്രഷനും നാണക്കേടും സ്ട്രെസ്സും കാരണം എന്ത് വന്നാലും താൻ അതിനെ നേരിടാൻ തയ്യാറാണെന്നും എലിസബത്ത് പറയുന്നു. മാത്രമല്ല, ജീവിതത്തിൽ ജയിലിൽ കിടക്കാൻ ഭയമില്ലെന്നും ആ വീട്ടിൽ നിന്ന് അനുഭവിച്ചത് ജയിലിനേക്കാൾ മോശമായ അവസ്ഥയാണെന്നും എലിസബത്ത് പറഞ്ഞു. ഗതികെട്ട് പറഞ്ഞു പോയതാണ്, ഇതുകൊണ്ടാണ് താൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത്. നല്ല ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ എങ്ങനെ പ്രതികരിക്കും എന്ന് കൃത്യമായി അറിയാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് തോക്ക് ചൂണ്ടുന്ന ഗുണ്ടകളെ ഇറക്കുന്ന ആളാണ്. ഒരിക്കൽ വീട്ടിൽ തന്നെ പൂട്ടിയിട്ട് ഭക്ഷണം തരാതെ കിടത്തി. ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ ടാപ്പിലെ വെള്ളം കുടിച്ചാണ് താൻ ജീവൻ നിലനിർത്തിയത്. ഒക്കെയും ജീവിതം രക്ഷപ്പെടുമല്ലോ, ജീവിതമല്ലേ എന്നൊക്കെ ഓർത്ത് ക്ഷമിച്ചു. ഞങ്ങളുടെ ജീവിതമാണെന്ന് കരുതി പേരൻസിൻ്റെ വാക്കുകൾ പോലും ഞാൻ കേട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും പിരിയാതെ ഇരിക്കാൻ എൻ്റെ MD പഠനം പോലും വേണ്ടെന്ന് വെച്ച ആളാണ് ഞാനെന്നും എലിസബത്ത് പറയുന്നു. അസുഖം മറച്ചു വെച്ച് കല്യാണം കഴിഞ്ഞ് ഓരോ 2 മാസം കൂടുമ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു. ഹണിമൂണിന് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ആശുപത്രിയിൽ ചോര ഛർദ്ദിച്ചു, ICUവിലായി. ഇവളൊപ്പം ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ല, ICUവിൽ കയറ്റണമെന്ന് അപ്പോൾ പറയുമായിരുന്നു. ഞാനും അങ്ങനെ വിചാരിച്ചു. എന്നാൽ ഇപ്പോൾ എല്ലാം ഞാൻ കാരണമാണെന്ന് പറയുന്നു. ഒന്നിലും ഇടപെടേണ്ടെന്ന് കരുതി മാറി നിന്നതായിരുന്നു ഞാൻ. വിവാഹം നടന്നത് തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ്. അയാളും അയാളുടെ അമ്മയും ജാതകപ്രകാരം 41 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. മെൻ്റലിയും ഫിസിക്കലിയും അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്നാണ് എലിസബത്ത് പറഞ്ഞിരുന്നത്. ഞങ്ങൾ കണ്ടുമുട്ടിയത് ഫേസ്ബുക്കിലൂടെയാണ്. എന്നോടൊപ്പം ആയിരിക്കുമ്പോൾ തന്നെ മറ്റുള്ള സ്ത്രീകളുമായി അയാൾ സംസാരിച്ചതിൻ്റെയും മെസ്സേജ് അയച്ചതിൻ്റെയും തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. ഇയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചുവെന്ന് എനിക്കറിയില്ല. എന്നെ അയാൾ താലിമാല അണിയിച്ചിരുന്നു. മാത്രമല്ല, വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ഞാനും എൻ്റെ കുടുംബവും അയാളുടെ ഗുണ്ടകളെയും ഭീഷണികളെയും പേടിച്ചാണ് കഴിയുന്നത്. ഇനിയും ഇത് തുടർന്നാൽ വഞ്ചിച്ചതിനും ഉപദ്രവിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഇയാൾക്കെതിരെ താൻ കേസ് ഫയൽ ചെയ്യും എന്നായിരുന്നു എലിസബത്ത് നേരത്തെ കുറിച്ചത്.